ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ. പ്രധാന വാർത്തകൾ. 3 ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുജറാത്തിലെത്തി. വൈബ്രന്റ് ഗുജറാത്ത് ആഗോള ഉച്ചകോടിയിൽ പങ്കെടുക്കും. വികസിത് ഭാരത് സങ്കൽപ് യാത്രയിൽ രാജ്യത്തുടനീളം 11 കോടിയിൽ പരം ജനങ്ങൾ പങ്കെടുത്തതായി പ്രധാനമന്ത്രി. യാത്ര സംസ്ഥാനത്തും പുരോഗമിക്കുന്നു. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗിന്റെ യുകെ സന്ദർശനം തുടരുന്നു. സന്ദർശനം വിവിധ മേഖലകളിലെ ഇന്ത്യ യുകെ സഹകരണം വർദ്ധിപ്പിക്കുക ലക്ഷ്യമിട്ട്. രാജ്യത്ത് 36.3% പേർ താഴ്ന്ന വരുമാനത്തിൽ നിന്ന് ആദായ നികുതി നൽകുന്ന ഉയർന്ന വിഭാഗത്തിലേക്ക് മാറിയതായി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ സർവേ റിപ്പോർട്ട്. ഇന്ത്യ മാൽദീവ്സ് ബന്ധം ശക്തമായി തുടരണമെന്ന് മാൽദീവ്സിലെ വിവിധ സംഘടനകൾ. അവശ്യ സന്ദർഭങ്ങളിൽ ആദ്യം സഹായവുമായി എത്തുകയും കോവിഡ് മഹാമാരിയിൽ നിന്ന് മാൽദീവ്സിനെ രക്ഷിക്കുകയും ചെയ്ത സുഹൃത്താണ് ഇന്ത്യയെന്നും സംഘടനകൾ. ഇന്ത്യയുടെ രാഷ്ട്ര നിർമ്മാണത്തിൽ പ്രവാസികളെ ചേർത്തു നിർത്തുക എന്ന സന്ദേശവുമായി ഇന്ന് പ്രവാസി ഭാരതീയ ദിവസ്. ഇന്ത്യ ഓസ്ട്രേലിയ വനിതാ ട്വന്റി ക്രിക്കറ്റ് പരമ്പരയിലെ 3ാം മത്സരം ഇന്ന്. വാർത്തകൾ വിശദമായി. 3 ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുജറാത്തിലെത്തി. 2024 വൈബ്രന്റ് ഗുജറാത്ത് ആഗോള ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. ഇന്ന് ഗാന്ധിനഗറിലെ മഹാത്മാ മന്ദിറിൽ പ്രധാനമന്ത്രി ലോക നേതാക്കളുമായി ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തും. വൈബ്രന്റ് ഗുജറാത്ത് ട്രേഡ് ഷോ അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. നാളെ പ്രധാനമന്ത്രി ത്രിദിന വൈബ്രന്റ് ഗുജറാത്ത് ഗ്ലോബൽ ഉച്ചകോടി ഉദ്ഘാടനം ചെയ്യും. പ്രമുഖ ആഗോള കമ്പനി മേധാവികളുമായി കൂടിക്കാഴ്ചയും നടത്തും. 50 ദിവസത്തെ പര്യടനം പൂർത്തിയാക്കിയ വികസിത് ഭാരത് സങ്കൽപ് യാത്രയിൽ രാജ്യത്തുടനീളം 11 കോടിയിൽ പരം ജനങ്ങൾ പങ്കെടുത്തതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വികസിത് ഭാരത് സങ്കൽപ് യാത്രയുടെ ഗുണഭോക്താക്കളുമായി വീഡിയോ കോൺഫറൻസിംഗിലൂടെ സംവദിച്ച ശ്രീ മോദി അർഹരായ ഒരു ഗുണഭോക്താവും സർക്കാർ പദ്ധതികളുടെ ആനുകൂല്യങ്ങളിൽ നിന്ന് ഒഴിവാകാൻ ഇടയാകരുതെന്ന് നിർദ്ദേശിച്ചു. വിശദാംശങ്ങളിലേക്ക്. ദരിദ്രരും കർഷകരും സ്ത്രീകളും യുവാക്കളും ശാക്തീകരിക്കപ്പെടുമ്പോൾ രാജ്യം കൂടുതൽ ശക്തിപ്പെടുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഗുണഭോക്താക്കൾക്ക് സമയബന്ധിതമായി സർക്കാർ പദ്ധതികളുടെ പ്രയോജനം ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തി സർക്കാരിന്റെ മുൻനിര ക്ഷേമ പദ്ധതികളിൽ പൂർണ്ണത കൈവരിക്കുന്നതിനായി കഴിഞ്ഞ വർഷം നവംബർ 15-ന് ആരംഭിച്ച യാത്ര രാജ്യത്തുടനീളം തുടരുകയാണ്. വികസിത് ഭാരത് സങ്കൽപ് യാത്രയുടെ വാഹനങ്ങൾ രാജ്യത്തിന്റെ മുക്കിലും മൂലയിലും എത്തുന്നു. കേരളത്തിൽ മലപ്പുറം ജില്ലയിൽ പെരുമണ്ണാക്ലാരി, ചെറിയമുണ്ടം ഗ്രാമപഞ്ചായത്തുകളിൽ നടന്ന വികസിത് ഭാരത് സങ്കൽപ് യാത്ര സ്ത്രീകളും കർഷകരും സംരംഭകരുമടക്കം ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. ഇരു പഞ്ചായത്തുകളിലും കേന്ദ്ര പദ്ധതികളുടെ ഗുണഭോക്താക്കൾ തങ്ങളുടെ വിജയാനുഭവങ്ങളും സംരംഭങ്ങൾ തുടങ്ങാൻ കേന്ദ്ര സർക്കാരും ബാങ്കുകളും നൽകിയ സഹായങ്ങളും വിശദീകരിച്ചു. ഡ്രോൺ ഉപയോഗിച്ചുള്ള വളപ്രയോഗം സംബന്ധിച്ച ക്ലാസ് കർഷകർക്ക് പ്രയോജനപ്രദമായി. ജില്ലയിലെ ഒഴൂരിലും പൊന്മുണ്ടത്തും ഇന്ന് പര്യടനമുണ്ട്. എറണാകുളം ജില്ലയിൽ രാവിലെ പാറക്കടവ് ഗ്രാമപഞ്ചായത്തിലും ഉച്ചകഴിഞ്ഞ് ചെങ്ങമനാട് ഗ്രാമപഞ്ചായത്തിലും വികസിത് ഭാരത് സങ്കൽപ് യാത്രയെത്തും. ന്യൂസ് ഡെസ്ക് ആകാശവാണി. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ തുടർച്ചയായി 4ാം തവണയും ചരിത്ര വിജയം നേടിയ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയുമായി സംസാരിച്ചതായി ശ്രീ മോദി സമൂഹമാധ്യമത്തിലൂടെ അറിയിച്ചു. ബംഗ്ലാദേശുമായി ശാശ്വതവും ജനകേന്ദ്രീകൃതവുമായ പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്താൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി. 2 ദിവസത്തെ യുകെ സന്ദർശനത്തിനായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ലണ്ടനിലെത്തി. വിവിധ മേഖലകളിലെ ഇന്ത്യ യുകെ സഹകരണം വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച് അദ്ദേഹം ചർച്ചകൾ നടത്തും. DRDO, പ്രതിരോധ ഉപകരണ നിർമ്മാണം തുടങ്ങിയ വകുപ്പുകളിൽ നിന്നുള്ള ഉന്നത ഉദ്യോഗസ്ഥരും അദ്ദേഹത്തെ അനുഗമിക്കുന്നുണ്ട്. 2013, 2014നും 2021, 2022നും മധ്യേ രാജ്യത്തെ വ്യക്തിഗത വരുമാന അസമത്വത്തിൽ ഗണ്യമായ കുറവുണ്ടായതായി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഇത് സംബന്ധിച്ച് സാമ്പത്തിക ഗവേഷണ റിപ്പോർട്ട് SBI പുറത്തുവിട്ടു. കുറഞ്ഞ വരുമാനമുള്ള ജനവിഭാഗങ്ങളുടെ പുരോഗതിയാണ് ഇതിന് കാരണമെന്ന് പഠനം വ്യക്തമാക്കുന്നു. റിപ്പോർട്ട് പ്രകാരം 36.3% പേർ താഴ്ന്ന വരുമാനത്തിൽ നിന്ന് ആദായ നികുതി നൽകുന്ന ഉയർന്ന വിഭാഗത്തിലേക്ക് മാറി. ഇതിലൂടെ 21.3% അധിക നികുതി വരുമാനം ലഭിച്ചു. കേന്ദ്ര വനിതാ ശിശു വികസന ന്യൂനപക്ഷ കാര്യമന്ത്രി സ്മൃതി ഇറാനിയും വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരനും ഇസ്ലാമിലെ പുണ്യ നഗരങ്ങളിലൊന്നായ മദീനയിൽ സന്ദർശനം നടത്തി. പ്രതിനിധി സംഘത്തോടൊപ്പം മദീനയിലെ മർക്കസിയ മേഖലയിലെ പ്രവാചകന്റെ പള്ളി മന്ത്രിമാർ സന്ദർശിച്ചു. ആദ്യ ഇസ്ലാം പള്ളിയായ ഖുബ പള്ളിയും ആദ്യകാല ഇസ്ലാമിക രക്തസാക്ഷികളുടെ അന്ത്യവിശ്രമ സ്ഥലമായ ഉഹുദ് പർവ്വതവും ശ്രീമതി സ്മൃതി ഇറാനിയും ശ്രീ വി മുരളീധരനും സന്ദർശിച്ചു. ഇന്ത്യ സൌദി അറേബ്യ ഉഭയകക്ഷി ഹജ്ജ് കരാർ സന്ദർശനത്തിനിടെ ഒപ്പുവച്ചു.
ഇന്ത്യ മാൽദീവ്സ് ബന്ധം ശക്തമായി തുടരണമെന്ന് മാൽദീവ്സിലെ നിരവധി സംഘടനകൾ ആവശ്യപ്പെട്ടു. മാൽദീവ്സ് മന്ത്രിമാരുടെ പോസ്റ്റുകൾ നിരുത്തരവാദിത്തപരമാണെന്നും അവർ പ്രതികരിച്ചു. മാൽദീവ്സിലെ ബോട്ടിംഗ് അസോസിയേഷൻ, വിനോദസഞ്ചാര മേഖലയിലെ സംഘടനകൾ, ഹോട്ടൽ അസോസിയേഷൻ, ട്രാവൽ ഏജന്റുമാരുടെയും ടൂർ ഓപ്പറേറ്റർമാരുടെയും സംഘടനകൾ എന്നിവയാണ് രംഗത്തെത്തിയത്. സസ്പെൻഷനിലായ മാൽദീവ്സ് മന്ത്രിമാരുടെ പെരുമാറ്റത്തെ അപലപിച്ച സംഘടനകൾ അവശ്യ സമയങ്ങളിൽ ആദ്യം സഹായവുമായി എത്തുകയും കോവിഡ് മഹാമാരിയിൽ നിന്ന് മാൽദീവ്സിനെ കരകയറ്റാൻ സഹായിക്കുകയും ചെയ്ത സുഹൃത്താണ് ഇന്ത്യയെന്നും അഭിപ്രായപ്പെട്ടു. ശ്രീലങ്കൻ സാമ്പത്തിക വ്യവസ്ഥയുടെ പുനരുജ്ജീവനത്തിന് ഇന്ത്യൻ പങ്കാളിത്തം തുടരുമെന്ന് ശ്രീലങ്കയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണർ സന്തോഷ് ഝാ. ശ്രീലങ്കൻ കേന്ദ്ര ബാങ്ക് ഗവർണർ നന്ദലാൽ വീരസിംഗയുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. യുപിഐ പേയ്മെന്റ് സംവിധാനം എത്രയും വേഗത്തിൽ ശ്രീലങ്കയിൽ നടപ്പിലാക്കുക, ഇന്ത്യൻ രൂപയിലുള്ള വ്യാപാര കരാർ, ശ്രീലങ്കയെ കടത്തിൽ നിന്ന് മോചിപ്പിക്കുന്നതിനുള്ള നടപടികൾ തുടങ്ങിയവ ചർച്ചാ വിഷയമായി. ജൻ ഔഷധി കേന്ദ്രങ്ങൾ വഴി രാജ്യത്തുടനീളമുള്ള പാവപ്പെട്ടവർക്ക് കഴിഞ്ഞ 9 വർഷത്തിനിടെ 26,000 കോടി രൂപ ലാഭിക്കാനായതായി കേന്ദ്ര ആഭ്യന്തര സഹകരണ മന്ത്രി അമിത് ഷാ. ന്യൂഡൽഹിയിൽ പ്രധാൻമന്ത്രി ഭാരതീയ ജൻ ഔഷധി കേന്ദ്രമെന്ന നിലയിലുള്ള പ്രാഥമിക കാർഷിക വായ്പാ സംഘങ്ങളുടെ പങ്ക് സംബന്ധിച്ച ദേശീയ കോൺക്ലേവിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. ജല ടൂറിസ വികസനത്തിന് കേന്ദ്ര സർക്കാർ 45,000 കോടി രൂപയുടെ നിക്ഷേപം നടത്തുമെന്ന് കേന്ദ്ര തുറമുഖ ഷിപ്പിംഗ് മന്ത്രി സർബാനന്ദ സോനോവാൾ. കൊൽക്കത്തയിൽ ആദ്യ ഉൾനാടൻ ജലഗതാഗത വികസന കൌൺസിൽ യോഗത്തിൽ അധ്യക്ഷത വഹിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഹീൽ ഇൻ ഇന്ത്യ, ഹീൽ ബൈ ഇന്ത്യ പദ്ധതികളിലൂടെ ഇന്ത്യൻ മെഡിക്കൽ സൌകര്യങ്ങൾ ലോകത്തെമ്പാടും വ്യാപിപ്പിക്കാനാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നതെന്ന് ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രി മൻസുഖ് മാണ്ഡവ്യ. ന്യൂഡൽഹിയിൽ കേന്ദ്ര സർക്കാർ ആശുപത്രികളിലെ പുതിയ ആരോഗ്യ സൌകര്യങ്ങളുടെ ഉദ്ഘാടന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AER_News_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. ന്യൂഡൽഹിയിൽ ഇന്ന് നടക്കുന്ന കലാ ഉത്സവ് 2024 ഉദ്ഘാടന പരിപാടിയിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ പങ്കെടുക്കും. സ്കൂൾ വിദ്യാഭ്യാസ വകുപ്പ്, NCERT തുടങ്ങിയ വകുപ്പുകളുടെ ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. ഭൂനിയമ ഭേദഗതി ബിൽ സംബന്ധിച്ച് ഒട്ടേറെ നിവേദനങ്ങൾ ലഭിച്ചതായി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. ഇതു സംബന്ധിച്ച് സർക്കാരിനോട് വിശദീകരണം ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും ഗവർണർ അറിയിച്ചു. ഇന്ന് തൊടുപുഴയിലെ വ്യാപാരി വ്യവസായി ഏകോപന സമിതി പരിപാടിയിൽ ഗവർണർ പങ്കെടുക്കും. ഇന്ന് പ്രവാസി ഭാരതീയ ദിവസ്. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് മടങ്ങിയെത്തിയതിന്റെ ഓർമ്മയ്ക്കായാണ് പ്രവാസി ഭാരതീയ ദിവസ് ആഘോഷിക്കുന്നത്. പ്രവാസികളെ മാതൃരാജ്യവുമായി ചേർത്തു നിർത്തുക, ഇന്ത്യൻ രാഷ്ട്ര നിർമ്മാണത്തിൽ പങ്കാളികളാക്കുക, ഗാന്ധിജിയുടെ പ്രവാസത്തെ മാതൃകയാക്കുക തുടങ്ങിയവയാണ് പ്രവാസി ഭാരതീയ ദിവസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 2003 അടൽ ബിഹാരി വാജ്പേയി പ്രധാനമന്ത്രിയായപ്പോഴാണ് ആദ്യമായി പ്രവാസി ഭാരതീയ ദിവസ് ആഘോഷിച്ചു തുടങ്ങിയത്. ഇന്ത്യ ഓസ്ട്രേലിയ വനിതാ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ നിർണായകമായ 3ാം മത്സരം ഇന്ന് വൈകിട്ട് 7 മുതൽ DY പാട്ടീൽ സ്റ്റേഡിയത്തിൽ നടക്കും. ഇരു ടീമുകളും ഓരോ മത്സരം ജയിച്ചതോടെ പരമ്പര തുല്യനിലയിലാണ്. കളിക്കാരനും കോച്ചായും ഫിഫ ലോകകപ്പ് ഏറ്റുവാങ്ങിയ ജർമ്മൻ ഫുട്ബോൾ ഇതിഹാസം ഫ്രാൻസ് ബെക്കൻബോവർ അന്തരിച്ചു. 78 വയസ്സായിരുന്നു. തിങ്കളാഴ്ച രാത്രി 10 മണിയോടെയാണ് മരണവിവരം പുറത്തുവന്നത്. കൊല്ലത്ത് നടന്ന 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് സമാപനമായി. കണ്ണൂർ ജില്ല കൌമാര കലാമേളയിൽ കിരീടം സ്വന്തമാക്കി. 952 പോയിന്റാണ് കണ്ണൂർ കരസ്ഥമാക്കിയത്. മകരവിളക്കിനൊരുങ്ങി ശബരിമല. നാളെ മുതൽ സ്പോട്ട് ബുക്കിംഗ് ഇല്ല. മകരവിളക്കിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ സന്നിധാനത്ത് ക്രമീകരണങ്ങളായി. തിരുവാഭരണ ഘോഷയാത്ര 13-ന് പുറപ്പെടും. കേരളത്തിൽ ഇന്ന് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മണിക്കൂറിൽ 30 മുതൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. 3 ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുജറാത്തിലെത്തി. വൈബ്രന്റ് ഗുജറാത്ത് ആഗോള ഉച്ചകോടിയിൽ പങ്കെടുക്കും. വികസിത് ഭാരത് സങ്കല്പ് യാത്രയിൽ രാജ്യത്തുടനീളം 11 കോടിയിൽ പരം ജനങ്ങൾ പങ്കെടുത്തതായി പ്രധാനമന്ത്രി. യാത്ര സംസ്ഥാനത്തും പുരോഗമിക്കുന്നു. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗിന്റെ UK സന്ദർശനം തുടരുന്നു. സന്ദർശനം വിവിധ മേഖലകളിലെ ഇന്ത്യ UK സഹകരണം വർദ്ധിപ്പിക്കുക ലക്ഷ്യമിട്ട്. രാജ്യത്ത് 36.3% പേർ താഴ്ന്ന വരുമാനത്തിൽ നിന്ന് ആദായ നികുതി നൽകുന്ന ഉയർന്ന വിഭാഗത്തിലേക്ക് മാറിയതായി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ സർവേ റിപ്പോർട്ട്. ഇന്ത്യ മാൽദീവ്സ് ബന്ധം ശക്തമായി തുടരണമെന്ന് മാൽദീവ്സിലെ നിരവധി സംഘടനകൾ. അവശ്യ സന്ദർഭങ്ങളിൽ ആദ്യം സഹായവുമായി എത്തുകയും കോവിഡ് മഹാമാരിയിൽ നിന്ന് മാൽദീവ്സിനെ രക്ഷിക്കുകയും ചെയ്ത സുഹൃത്താണ് ഇന്ത്യയെന്നും സംഘടനകൾ. ഇന്ത്യയുടെ രാഷ്ട്ര നിർമ്മാണത്തിൽ പ്രവാസികളെ ചേർത്തു നിർത്തുക എന്ന സന്ദേശവുമായി ഇന്ന് പ്രവാസി ഭാരതീയ ദിവസ്. ഇന്ത്യ ഓസ്ട്രേലിയ വനിതാ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 3ാം മത്സരം ഇന്ന്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30-ന്.